നമസ്കാരം. ഞാൻ സുധീർ കുമാർ, ചാനൽ ചോദ്യ സംസ്കൃതി. 1-2 ആഴ്ചയായി ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ട്. അല്പം തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ കാര്യം. ഏതായാലും എനിക്ക് ഇന്ന് പറയാനുള്ള ഒരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവர்களോടാണ്. പ്രത്യേകം പറയട്ടെ, ഞാൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ഒരു വോട്ടർ കൂടിയാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുണ്ടായിരുന്ന സർക്കാരിൻ്റെ ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് മാറി ചിന്തിക്കേണ്ട ഒരു അവസരം കേരളത്തിലെ പട്ടിക വിഭാഗ സംഘടനകൾക്കും പട്ടിക വിഭാഗക്കാർക്കും ഉണ്ടായതിൻ്റെ ആ ഫലത്തോടു കൂടിയാണ് ഞാൻ UDFനും അഡ്വക്കേറ്റ് വി.ഡി. സതീശനും വോട്ട് ചെയ്തതും അദ്ദേഹം മുഖ്യമന്ത്രിയായത് കേരളത്തിലെ ജനങ്ങളുടെ ഒറ്റ താല്പര്യം കൊണ്ടാണെന്നുള്ള കാര്യം അദ്ദേഹം മറക്കരുത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൊരു കാര്യം, കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണ ജനം ഇവിടെ വീര്യം കുറച്ച്, നികുതി കുറച്ച് മദ്യം വേണമെന്ന് താങ്കളോട് ആവശ്യപ്പെട്ടോ? ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പൊതുജനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പൊതുജനങ്ങളിൽ ആരും തന്നെ താങ്കളോടത് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ എന്തിനായിരുന്നു ഇത്ര ധൃതി വെച്ച് ഒരു മദ്യനയം കൊണ്ടുവന്നത്? എന്തിനാണ്? എന്തായാലും 10 വർഷം കൊണ്ട് കേരളത്തിൽ ഏതാണ്ട് 900-ന് അടുത്ത് ബാറുകൾ LDF സർക്കാർ, CPM പാർട്ടി ഇവരൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മദ്യത്തിലൂടെ കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ നികുതികളും കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ LDF സർക്കാർ സംവിധാനം ചെയ്തു വെച്ചിട്ടുള്ളപ്പോൾ സാറെന്തിനാണ് പ്രത്യേകിച്ചൊരു പുതിയ മദ്യത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത്ര സാഹസപ്പെട്ടത് എന്നെനിക്ക് മനസ്സിലായില്ല. ഒരു കാര്യം സാറെല്ലാം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികളെ ജയിപ്പിച്ച് വിടുന്നത് ഞങ്ങളുടെ കാര്യം നോക്കാനാണ്. അല്ലാതെ ജയിച്ച് ഇവിടുന്ന് പോയി MLA ആയി, മന്ത്രിയായി, മുഖ്യമന്ത്രി ആയി കഴിയുമ്പോൾ താങ്കളുടെയൊക്കെ തന്നിഷ്ടം കാണിക്കാനല്ല സത്യത്തിൽ ഞങ്ങളൊക്കെ നിങ്ങളെ ജയിപ്പിച്ചു വിടുന്നത്. ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചുരുങ്ങിയ പക്ഷം, മുഖ്യമന്ത്രിക്ക് ചുരുങ്ങിയ പക്ഷം നമ്മുടെ നമ്പൂരി അച്ഛനാലിൻ്റെ അവിടെ ഒരു ബോക്സ് വെച്ചിട്ട് ഇങ്ങനൊരു പരിപാടി നടത്താൻ പോകുന്നു, ഇങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം ടാക്സ് കുറച്ച് കേരളത്തിൽ സപ്ലൈ ചെയ്യാൻ പോകുന്നു, എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു സർവേ താങ്കൾക്ക് എടുക്കാമായിരുന്നല്ലോ. അതല്ല ഒരു ജനാധിപത്യ രീതി. ജനങ്ങൾ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്വന്തം താല്പര്യം അല്ലെങ്കിൽ പാർട്ടിയുടെ താല്പര്യം അല്ല എന്നുള്ളത് സുധീരൻ സാർ അടക്കമുള്ള ആളുകൾ, ലിജുവിനെ പോലെയുള്ള മന്ത്രിമാരൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം ലീഗൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടി താല്പര്യം അല്ല എന്ന് മനസ്സിലായി. പൊതുജനങ്ങളായ ഞങ്ങൾക്കറിയാം, അടുത്ത 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിന് ഫണ്ട് വേണം. 10 വർഷം കൊണ്ട് LDF പല അഴിമതികളും നടത്തി ഫണ്ട് ഉണ്ടാക്കിയതുപോലെ കോൺഗ്രസും അഴിമതി നടത്തും, നിങ്ങളും ഇവിടെ അഴിമതി നടത്തും. ഞങ്ങൾക്കറിയാം. അഴിമതി വിമുക്തമായിട്ടുള്ള ഒരു ഭരണമൊന്നും ഇവിടെ സതീശൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി വരും. നിങ്ങൾക്ക് ഈ പണമെല്ലാം അറിയാലോ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF വാരിക്കോരി ചെലവഴിച്ച ആ പണമൊക്കെ എവിടെ നിന്നുണ്ടായി എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പോലും പറയാൻ പറ്റില്ല ഇതെവിടെ നിന്നുണ്ടായെന്ന്. ആ ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല ഇതെവിടെ നിന്നുണ്ടായെന്ന്, ഇല്ലേ? അപ്പോൾ ഭരണത്തിൽ കയറി കേരളത്തിലെ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നൊരു സംസ്ഥാനമായിട്ട് കേരളം നിൽക്കുമ്പോൾ ഒരു മദ്യത്തിൻ്റെ പുറകെ പോയി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജയിപ്പിച്ചെടുത്തൊരു മുഖ്യമന്ത്രി മറ്റാളുകളുടെ മുമ്പിൽ ഒരു കോമാളിയെപ്പോലെ, ഞാൻ കോമാളി എന്ന് വിളിച്ചതല്ല, ഇനി അങ്ങനെ കണക്കാക്കിയാലും വിരോധമൊന്നുമില്ല, കോമാളിയെപ്പോലെ നിൽക്കുമ്പോൾ
ആളുകൾ മുഴുവൻ വൃത്തികേടുകൾ വിളിച്ചു പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കതിൻ്റെ, പറവൂർക്കാർക്കതിൻ്റെ വിഷമമുണ്ട്. ഞങ്ങളുടെ പ്രതിനിധിയായ MLA മുഖ്യമന്ത്രിയെ മറ്റുള്ളവർ കടന്ന് ഇതേപോലെ രാവും പകലും അതിന് യോഗ്യതയില്ലാത്തവർ, യോഗ്യതയുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, യോഗ്യതയുള്ളവർ പറയട്ടെ, അതിന് അല്പം പോലും യോഗ്യതയില്ലാത്ത CPM പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അവർ താങ്കളെ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ അവർ ബോധപൂർവം താങ്കളെ വൃത്തികെട്ടവെന്നുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ താങ്കളിൽ പ്രതീക്ഷയർപ്പിച്ച കേരളത്തിലെ ജനങ്ങളെ സത്യത്തിൽ താങ്കൾ വഞ്ചിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഴിമതി നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബക്കാടിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാന്നേ. ഇവിടെ ഗോവിന്ദൻ മാഷ് എക്സൈസ് മന്ത്രിയായിരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കാനല്ലേ പറഞ്ഞോളൂ, അവർക്ക് നടത്താനുള്ള തീരുമാനമൊന്നും കൊടുത്തില്ലല്ലോ. അപ്പോൾ ആ കടലാസം പൊക്കി പിടിച്ചുകൊണ്ട് CPM ആണിത് കൊണ്ടുവന്നെന്ന് പറയുന്ന ആ ന്യായത്തെ ഒന്നും തൊടാതെ വിഴുങ്ങാൻ ഇവിടുത്തെ സാധാരണക്കാർ, പൊതുജനങ്ങൾ തയ്യാറല്ല. അത് ശരിയല്ല. ഞാൻ വീണ്ടും പറയുന്നത്, താങ്കളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് താങ്കളെ ഈ കസേരയിൽ അധിക നാൾ ഇരുത്തില്ല. മനസ്സിലായോ? KC വേണുഗോപാലിനെ പോലെയുള്ള ആളുകൾ നിങ്ങളെ അതിനകത്ത് ഇരുത്തില്ല. കാരണം KC വേണുഗോപാലിന് വീണ് കിട്ടിയിരിക്കുന്ന ഒരു സുവർണാവസരം അദ്ദേഹം എന്തായാലും കളയുമെന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല. 1 കൊല്ലം 1.5 കൊല്ലം കഴിയുമ്പോൾ എന്തായാലും VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി നിങ്ങളെ ഇറക്കി വിടും. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. അപ്പോൾ ആ ഇരിക്കുന്ന സമയം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രി VD സതീശനായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബാധ്യത താങ്കൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് എന്തായാലും ഇപ്പം ഞാൻ ഒഴികെ എൻ്റെ മക്കളാണെങ്കിലും എൻ്റെ ഭാര്യയാണെങ്കിലും എല്ലാം സാറുമായിട്ടൊക്കെ ഒരുപാട് സൗഹൃദവും കാര്യങ്ങളൊക്കെ പുലർത്തുന്ന ആളുകളാണ്. എൻ്റെ മക്കൾക്ക് എല്ലാ വർഷവും വിദ്യാഭ്യാസത്തിലുള്ള അവാർഡുകൾ കൊടുത്തിരുന്ന ഒരാളാണ്. പക്ഷെ അതിനിടയ്ക്ക് സാറ് വിട്ടുപോയൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയുകയാണ്. എൻ്റെ മൂത്ത മകള് നവമിക്ക് ഡോക്ടറേറ്റ് കിട്ടി. അത് ഞാൻ താങ്കളുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ അറിയിച്ചിട്ട് പോലും സാറിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഉണ്ടായില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഒരുപാട് താല്പര്യം കാണിച്ചിരുന്ന സാറ് മകൾക്ക് ഡോക്ടറേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു അഭിനന്ദനം വാക്കുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വൈഫിനെ വിളിച്ചിട്ടാണെങ്കിലും പറയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. എന്തായാലും അതുണ്ടായില്ല. ഓക്കെ, അത് പ്രശ്നമൊന്നുമില്ല. ഒരു വിഷമം ഉണ്ടായിരുന്നു, അത് സത്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ആ കാര്യത്തിലേക്ക് തന്നെ പോവുകയാണ്. ഈ ധൃതി പിടിച്ച് ഇവിടെ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ മദ്യം, വീര്യമുള്ളതും ഇവിടെ ഈ വീര്യമില്ലാത്ത ഈ സാധനം ഇതെന്താണ്, ബ്രീസറോ, ഇതാർക്കാ വേണ്ടത്? ഇവിടെ നിന്ന നിപ്പിൽ വെള്ളം പോലും സോഡ പോലും ചേർക്കാത്ത കട്ടൻ റം അടിച്ചുകൊണ്ട് പോകുന്ന ജനത്തിൻ്റെ ഇടയിലേക്ക് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഈ പറയുന്ന സാധനം കൊണ്ടും വരുന്നത്? ആർക്കും ആവശ്യമില്ലെന്നേ. ഞാൻ മദ്യപിക്കുന്ന ആളല്ല. ഞാൻ പലരോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും അതിനകത്ത് താല്പര്യമില്ല. പിന്നെ എന്തിനാ വെറുതെ ഈ കുരിശ് ചുമക്കുന്നത്? ഇനി അത് അങ്ങനെ ആയാലേ പറ്റുള്ളൂ, ഇങ്ങനെ ആയാലേ പറ്റുള്ളൂ. ഏതായാലും ബില്ല് അവതരിപ്പിച്ചു, കാര്യങ്ങൾ ഇതൊക്കെ ആയി. ഇനി അത് വിൽക്കാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, അത് കൃത്യമായി എന്തെങ്കിലും നിയമത്തിൻ്റെ പഴുതുകൾ കണ്ടെത്തി അത് അവസാനിപ്പിച്ച് ചുരുങ്ങിയ പക്ഷം ഈ അഴിമതി ആരോപണത്തിൽ നിന്ന് താങ്കൾ വിമുക്തനായിട്ട് നിൽക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്, പറവൂർക്കാർക്ക് നിർബന്ധമുണ്ട്, നിങ്ങൾക്ക് വോട്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അഴിമതി ആരോപണം വരുന്ന കാര്യങ്ങൾ അതങ്ങോട്ട് വേണ്ടെന്ന് വെക്കുന്നേ. ജനത്തിന് വേണ്ടി നിങ്ങളല്ലെങ്കിൽ ജനങ്ങളോട് പറയേ. ഏതായാലും 3-3.5 കോടി ജനം കേരളത്തിലുണ്ടല്ലോ. 10 രൂപ വെച്ച് നിങ്ങൾ തരാൻ പറ, അല്ലെങ്കിൽ 50 രൂപ വെച്ച് നിങ്ങൾ തരാൻ പറയേ. ഒരു കൂപ്പൺ അടിച്ചിട്ടും കാര്യമില്ല, അതിലും അഴിമതി നിങ്ങൾ കാണിക്കും. പോട്ടെ, അത് അഴിമതി കാണിക്കാത്ത ആരുമില്ല കേട്ടോ. ഇവിടെ DYFIക്കാർ അടക്കമുള്ള ആളുകൾ പല കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം, അഴിമതി ആരോപണങ്ങളില്ലാത്ത നല്ലൊരു സംശുദ്ധമായ ഭരണം താങ്കളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ MLA, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാര്യങ്ങളും കേൾക്കാൻ താല്പര്യമുള്ള ആളുകളല്ല എന്തായാലും പറവൂർ നിവാസികൾ.
അപ്പം അതുകൊണ്ട് എൻ്റെ വാക്കുകൾ കേൾക്കില്ല, അനുസരിക്കില്ല എന്നെനിക്കറിയാം. എന്നെ അനുസരിക്കേണ്ട കാര്യവുമില്ല. കാരണം ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി എന്നെ അനുസരിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പറവൂരത്തെ ആളുകളെ അനുസരിക്കേണ്ട കാര്യമില്ല, കേരളത്തിലെ ആളുകളെ അനുസരിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് ഈ വരുന്ന 1.5 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. അത് കഴിഞ്ഞ് താങ്കൾ താഴേക്കാണ് ഇറങ്ങി വരാനുള്ളത് എന്ന ബോധ്യം താങ്കൾക്ക് വ്യക്തമായിട്ട് ഉണ്ടാകണം. ജയ് ഭീം.